തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ ഭരണമാറ്റത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളും കൂറുമാറ്റ ആരോപണങ്ങളും കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിമാറുന്നു. ബിജെപിയുടെ പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനം നേടിയതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളും തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രനും പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തി. ബിജെപിയുമായി സഖ്യം ചേരരുത് എന്ന് പാർട്ടി നേതൃത്വം തങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ലെന്നും മറ്റത്തൂരിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനമെടുത്തതെന്നും പുറത്താക്കപ്പെട്ട അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. CPIM-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. BJP തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് CPM-നോടുള്ള വൈരാഗ്യ മൂല്യമാണെന്നും ഇതിൽ അസ്വാഭാവികതയില്ലെന്നും TM ചന്ദ്രൻ വിശദീകരിച്ചു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച 3 സ്ഥാനാർത്ഥികളും BJPക്ക് വേണ്ടി പ്രചാരണം നടത്തിയെന്ന DCCC പ്രസിഡന്റിന്റെ ആരോപണം പച്ചക്കള്ളമാണെന്നും അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നില്ലെന്നും നേതാക്കൾ ആഞ്ഞടിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിൽ നടന്ന കോൺഗ്രസ് അംഗങ്ങളെ വിലക്കെടുക്കാനുള്ള CPIM-ന്റെ ഗൂഢതന്ത്രമാണെന്നാണ് TM ചന്ദ്രൻ ആരോപിക്കുന്നത്. കോൺഗ്രസ് യോഗങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്ന KR ഔസേപ്പിനെ CPIM സ്വാധീനിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ഔസേപ്പ് അവസാന നിമിഷം കാലുമാറിയെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഔസേപ്പിന്റെ നിലപാട് മാറ്റം തിരിച്ചറിഞ്ഞതോടെയാണ് ടെസി കല്ലറയ്ക്കലിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ പാർട്ടി തീരുമാനിച്ചത്. ഈ ഘട്ടത്തിൽ CPM-നെതിരെ പരാജയപ്പെടുത്താൻ BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇതൊരു രാഷ്ട്രീയ അടവുനയം മാത്രമാണെന്നും ഇതിന്റെ പേരിൽ അംഗങ്ങളെ പുറത്താക്കിയ നടപടി തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. പുറത്താക്കപ്പെട്ട അംഗങ്ങൾ ആരും BJP-യിൽ ചേരില്ലെന്നും എന്നാൽ പഞ്ചായത്ത് ഭരണത്തിൽ BJP-യുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ചന്ദ്രന്റെ വിശദീകരണം. കോൺഗ്രസ് വിട്ട അംഗങ്ങൾ ആരും തൽക്കാലം രാജിവെക്കില്ലെന്നും ജനഹിതം പരിശോധിച്ച ശേഷം മാത്രമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റത്തൂരിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി പാർട്ടി നേതൃത്വം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. തങ്ങൾക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി പിൻവലിക്കണം. കൂടാതെ പ്രാദേശികമായ വികാരം ഉൾക്കൊള്ളാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത DCC നേതൃത്വം പരാജയമാണെന്നും അവർ കുറ്റപ്പെടുത്തി. BJP പിന്തുണയോടെ മത്സരിച്ചാൽ രാജിവെക്കണമെന്ന് നേതൃത്വം നേരത്തെ നിർദ്ദേശിച്ചിരുന്നില്ല. 10 അംഗങ്ങളെ ഒന്നിച്ച് പുറത്താക്കിയത് പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ അടിത്തറ തകർക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സുമ മാഞ്ഞൂരാൻ, ടെസി കല്ലറയ്ക്കൽ, അജയ് കൃഷ്ണ, CG രാജു, CB പൗലോസ്, ശ്രീജ, മിനി, KR ഔസേപ്പ്, ലിൻഡ പള്ളിപ്പറമ്പിൽ, നൂർജഹാൻ എന്നീ അംഗങ്ങളെയാണ് പാർട്ടി പുറത്താക്കിയത്. ഇവർ ഒറ്റക്കെട്ടായി നിന്ന് പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയെ ചോദ്യം ചെയ്യുകയാണ്. DCC പ്രസിഡന്റ് പറയുന്ന വിപ്പ് നൽകിയെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും അംഗങ്ങൾ ആവർത്തിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പ്രാദേശികമായി ലഭിക്കുന്ന പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നും അത് BJP-യുമായുള്ള പ്രത്യയശാസ്ത്രപരമായ ലയനമായി കാണേണ്ടതില്ലെന്നുമാണ് TM ചന്ദ്രന്റെ നിലപാട്. CPIM-ന്റെ ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരായിരുന്നു. ആ ഭരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. വോട്ടെടുപ്പ് സമയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് BJP വോട്ട് നൽകിയത് തടയാൻ തങ്ങൾക്ക് കഴിയില്ല. അതിനൊരു കൂറുമാറ്റമായോ BJP സഖ്യമായോ ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ്. പുറത്താക്കപ്പെട്ട അംഗങ്ങൾ ഇപ്പോഴും തങ്ങളെ കോൺഗ്രസ് പ്രവർത്തകരായി തന്നെയാണ് കാണുന്നത്. നേതൃത്വത്തിന്റെ നടപടി പുനഃപരിശോധിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി. മറ്റത്തൂരിലെ ഈ വിവാദം കേരളത്തിലെ വരാനിരിക്കുന്ന മറ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. BJP ബന്ധം എന്ന ആരോപണം രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് DCC കരുതുമ്പോൾ പ്രാദേശിക വിജയം പ്രധാനമാണെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. KR ഔസേപ്പിനെ CPIM പാളത്തിലെത്തിച്ചത് പ്രാദേശിക നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നും ഇത് മറയ്ക്കാനാണ് അംഗങ്ങളെ പുറത്താക്കിയതെന്നും TM ചന്ദ്രൻ ആരോപിക്കുന്നു. പഞ്ചായത്തിലെ ജനങ്ങൾ തങ്ങൾക്കൊപ്പമാണെന്നും ഭരണപരമായ കാര്യങ്ങളിൽ BJP-യുടെ പിന്തുണ സ്വീകരിക്കുന്നത് ഭരണവികസനത്തിന് വേണ്ടിയാണെന്നും പുറത്താക്കപ്പെട്ട അംഗങ്ങൾ പറയുന്നു. വരും ദിവസങ്ങളിൽ KPCC ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റത്തൂരിലെ രാഷ്ട്രീയ ഭാവി. പാർട്ടിക്കുള്ളിലെ ഈ കലഹം പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിൽ ഭരണപ്രതിസന്ധി രൂക്ഷമാകാനും സാധ്യതയുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിലെ ജനവികാരം തങ്ങൾക്കൊപ്പമാണെന്നും കോൺഗ്രസ് നേതൃത്വം തങ്ങളെ പുറത്താക്കില്ലെന്നും ജനങ്ങൾ തങ്ങളെ കൈവിടില്ലെന്നുമാണ് അംഗങ്ങൾ വിശ്വസിക്കുന്നത്. BJP-യുമായുള്ള സഹകരണം രാഷ്ട്രീയമായ ഒരു താൽക്കാലിക ക്രമീകരണം മാത്രമാണെന്നും ഇത് പാർട്ടിയുടെ നയങ്ങളെ ബാധിക്കില്ലെന്നും അവർ വിശദീകരിക്കുന്നു. എന്നാൽ BJP-യുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന DCC-യുടെ നിലപാട് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. TM ചന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തിറങ്ങിയത് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിലെ 10 അംഗങ്ങളും പുറത്തുപോയത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കുമെന്നതിൽ സംശയമില്ല. ഈ സാഹചര്യത്തിൽ ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടൽ മാത്രമാണ് ഈ തർക്കം പരിഹരിക്കാനുള്ള ഏക മാർഗം.